ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ആഞ്ജനേയായ നമഃ. എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീത നമസ്കാരം. നാം കഴിഞ്ഞ ദിവസം കണ്ടത് അഭിഷേകത്തിന് വിഘ്നം വരുന്നതാണ്. ആ അഭിഷേകത്തിന് വിഘ്നം വരുത്തുന്നതോ കൈകേയിയാണ് അല്ലേ. കൈകേയിയുടെ വാക്കുകൾ കേട്ട് ആ അഭിഷേകത്തിന് വിഘ്നം വരികയും ശ്രീരാമനെ വനത്തിന് അയക്കാമെന്നും ഭരതനെ രാജാവായി വാഴിക്കാമെന്നും രാജാവ് സത്യം ചെയ്തു കൊടുക്കുകയാണ്. നമുക്കെല്ലാം അത് കണ്ടപ്പം അത് കേട്ടപ്പം കൈകേയിയോട് വളരെയധികം ധീരസം തോന്നിക്കാണും. ആ അഭിഷേകത്തിന് തടസ്സമുണ്ടാക്കിയത് മാത്രമല്ല, ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് കൈകേയി ഈ രാമായണത്തിൽ നാം കാണുന്നത് അല്ലേ. ആ രാമൻ്റെ വനവാസത്തിന് കാരണക്കാരിയായവൾ, ദശരഥ മഹാരാജാവിൻ്റെ അകാല മൃത്യുവിന് കാരണക്കാരിയായവൾ, അതുപോലെ തന്നെ തന്നോടൊപ്പം സപത്നിമാരായ സുമിത്രയെയും കൗസല്യയെയും വിധവകളാക്കി അവരുടെയും വൈധവ്യത്തിന് കാരണക്കാരിയായവൾ. അങ്ങനെയുള്ള കൈകേയിക്ക് രാമായണം ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ഒരു നല്ല സ്ഥാനം ലഭിക്കുന്നുണ്ട്. ആ നെഗറ്റീവ് ക്യാരക്ടർ എന്നുള്ള ഇത് മാറിയിട്ട്, ആ ഒരു ഇമേജ് മാറിയിട്ട് നല്ലൊരു സ്ഥാനം. അങ്ങനത്തെ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഭരതനെ പോലെ ഇങ്ങനെ ഉത്തമനായ ഒരു പുത്രന് ജന്മം നൽകിയതുകൊണ്ടാണ്. അതെന്തുകൊണ്ടെന്നാൽ ഭരതനെ നമുക്കറിയാം, ഭരതനിപ്പോൾ സ്ഥലത്തില്ലെങ്കിൽ പോലും വന്നു കഴിയുമ്പോൾ വിവരം അറിഞ്ഞ് കൈകേയി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിത്രകൂടത്തിൽ ചെന്ന് രാമനെ കണ്ട് അദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കുമ്പോൾ രാമൻ അത് നിരസിച്ച് ഈ തൻ്റെ പാതകങ്ങൾ കൊടുത്തു വിടുകയാണ്. അത് ഭരതൻ ചോദിച്ചു വാങ്ങുന്നതാണ്. ആ പാതകങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് സിംഹാസനത്തിൽ വെച്ച് ജ്യേഷ്ഠന് പകരം ജ്യേഷ്ഠനാണെന്ന് സങ്കല്പിച്ച് പൂജിച്ച് 14 സംവത്സരങ്ങൾ കഴിയുകയാണ്. അങ്ങനെ നമുക്ക് തോന്നാം, ഈ ശ്രീരാമചന്ദ്രൻ്റെ 14 വർഷം വനവാസത്തിനേക്കാളും കൂടുതൽ ശ്രേഷ്ഠം ഈ ഭരതൻ്റെ ത്യാഗമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ഈ തൻ്റെ സഹോദരന് വേണ്ടി എല്ലാം ത്യജിച്ച്, അങ്ങനെ ഒരു ത്യാഗം നമുക്ക് കാണാനേ കഴിയില്ല ഒരിടത്തും. അത് രാമായണത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു ഭരതൻ്റെ അമ്മയായത് വഴിയാണ് കൈകേയിക്ക് രാമായണത്തിൽ ആ നല്ലൊരു സ്ഥാനം, നല്ലൊരു ഇമേജ് പിന്നീട് ഉണ്ടാകുന്നത്. നമുക്കെന്തായാലും നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഇതുപോലെ രാമനെ പോലെയും ഭരതനെ പോലെയും ഉത്തമരായ പുത്രന്മാരുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുവഴി അവരുടെ എല്ലാം അമ്മമാരും സുഹൃതികളായി തീരട്ടെ എന്നും പ്രാർത്ഥിക്കാം. നമുക്കിന്ന് രാമായണം അയോധ്യാകാണ്ഡത്തിലെ വിച്ഛിന്നാഭിഷേകം എന്ന ഭാഗം നോക്കാം. കൈകേയി മാതാവ് രാജാവിനോട് സത്യം ചെയ്തു വാങ്ങിയിരിക്കുകയാണല്ലോ, ശ്രീരാമചന്ദ്രനെ 14 വർഷത്തേക്ക് വനവാസത്തിന് അയക്കാം. അതും താപസവേഷം ധരിച്ച് ഫലമൂലങ്ങളെല്ലാം ഭക്ഷിച്ച് കഴിയണമെന്നാണ് നിബന്ധന. അതുപോലെ തന്നെ ഭരതനെ രാജാവായിട്ട് വാഴിക്കണമെന്നും. ആ കഴിഞ്ഞ ദിവസത്തെ അഭിഷേക ആരംഭത്തിൽ ഈ വിവരം അറിഞ്ഞ രാമൻ്റെ അമ്മയായ കൗസല്യാദേവി ലക്ഷ്മിയെ പൂജിക്കുന്നു. ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ എല്ലാം വരുത്തി പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നാം കണ്ടത്. ഇന്ന് നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ പിറ്റേ ദിവസം നേരം പുലരുന്നതാണ് കാണിക്കുന്നത്. വിച്ഛിന്നാഭിഷേകത്തിൻ്റെ ആരംഭം. മന്ത്രിമുഖ്യനായ സുമന്ത്രൻ നോക്കുമ്പോൾ രാജാവിനെയും പള്ളിക്കുറിപ്പ് ഉണർന്നിട്ടില്ലല്ലോ, എന്താണ് ഇതിന് കാരണം എന്ന് വിചാരിച്ച് അന്തഃപുരത്തിലേക്ക് ചെല്ലുന്നു. അന്തഃപുരത്തിൽ ചെന്ന് രാജീവമിത്രഗോത്രോത്ഭൂത രാജ ജയ ജയ എന്നാണ് പറയുന്നത്. അതായത് രാജീവൻ താമരയുടെ മിത്രമാണ് സൂര്യൻ. ആ സൂര്യവംശത്തിൽ ജനിച്ച രാജാവ് വിജയിക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് സുമന്ത്രർ കണ്ടത് ദുഃഖിതനായി കണ്ണുനീര് ഒഴുക്കി വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് തറയിൽ കിടക്കുന്ന രാജാവിനെയാണ്. പെട്ടെന്ന് തന്നെ കൈകേയിയോട് ചോദിക്കുകയാണ്, ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ. കൈകേയി ആ ദേവനാരീ സമം എന്ന് പറഞ്ഞാൽ ദേവസുന്ദരികളെ പോലെ അതിന് സമാനമായ അത്രയ്ക്ക് സൗന്ദര്യമുള്ള എന്നാണ്. രാജാവിൻ്റെ പ്രിയതമയായ ദേവി വിജയിക്കട്ടെ. ആ രാജാവിൻ്റെ ഈ അവസ്ഥയ്ക്ക് എന്താണ് കാരണം എന്ന് അരുളി ചെയ്താലും എന്ന് ചോദിച്ച സുന്ദരരോട് കൈകേയി ഇങ്ങനെ പറഞ്ഞു, ഇന്നലെ രാത്രി മഹാരാജാവ് ഉറങ്ങിയേ ഇല്ല, ഉറക്കമേ ഉണ്ടായില്ല. അദ്ദേഹത്തിന് മനസ്സിന് സുഖമില്ലാത്തത് കൊണ്ടാണ് എന്ന് തോന്നുന്നു, അസ്വസ്ഥനായിരുന്നു. രാമ രാമ എന്നിങ്ങനെ കൂടെ വിളിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും രാമനെ തന്നെ ചിന്തിക്കുകയും ചെയ്തു. ശരിയായി ഉറങ്ങാതിരുന്നത് കൊണ്ടായിരിക്കും അദ്ദേഹം അത്യന്തം വ്യാകുലനാണ്. എന്തായാലും അദ്ദേഹം രാമനെ കാണാതെ വല്ലാതെ ദുഃഖിച്ചിരിക്കുകയാണ്. മന്ത്രിസത്തമ,
വേഗം പോയി രാമനെ കൂട്ടിക്കൊണ്ടുവരൂ. രാമകുമാരൻ്റെ സുന്ദരമുഖം കണ്ടാൽ രാജാവിൻ്റെ ദുഃഖമെല്ലാം അകലും. രാമനെ പെട്ടെന്ന് കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ മന്ത്രി പറയുകയാണ്, രാമനെ കൂട്ടിക്കൊണ്ടുവരാമായിരുന്നു, പക്ഷേ ഈ രാജാവിൻ്റെ ആജ്ഞയില്ലാതെ ഞാനെങ്ങനെ അത് ചെയ്യും എന്ന് ചോദിച്ചു. ഇത് കേട്ട രാജാവ് രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ അനുവാദം കൊടുക്കുകയാണ് സുമന്ത്രർക്ക്. സുമന്ത്രർ രാമനെ വിവരം അറിയിക്കുന്നു. ആ ശ്രീരാമൻ തൻ്റെ സഹോദരനായ ലക്ഷ്മണനോടുകൂടി തേരിൽ കയറി രാജാവിനെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ രാജ്യസമീപം എത്തിയ ഈ ശ്രീരാമൻ ദശരഥ മഹാരാജാവിൻ്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ച് വന്ദിക്കുന്നു. പെട്ടെന്ന് രാമൻ്റെ അടുത്ത് ചെന്ന് രാമനെ ആലിംഗനം ചെയ്യാനായി ഇങ്ങനെ എഴുന്നേൽക്കുകയും രാജാവ് വീണ്ടും ബോധരഹിതനായി താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഇത് കണ്ട രാമൻ പിതാവിനെ വേഗം താങ്ങിയെടുത്ത് തൻ്റെ മടിയിൽ കിടത്തുകയാണ്. കൂടി നിന്നവർക്കൊക്കെ, അതുപോലെ പരിചാരികമാർ, സ്ത്രീജനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വളരെ സങ്കടം തോന്നി ഈ അവസ്ഥ കണ്ടിട്ട്. അവരെല്ലാം വലിയ വായിൽ കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കേട്ട് വസിഷ്ഠമുനി മറ്റുള്ളവരൊക്കെ തൽക്ഷണം അങ്ങോട്ടേക്ക് ഓടി എത്തിച്ചേരുകയാണ്. ഈ രാമനാണെങ്കിൽ ആ പിതാവിൻ്റെ ദുഃഖകാരണം എന്താണെന്ന് അന്വേഷിക്കുക. ശ്രീരാമൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കൈകേയി മറുപടിയായിട്ട് പറയുകയാണ്, കുമാര, നിൻ്റെ താതൻ്റെ ദുഃഖത്തിന് കാരണം നീ തന്നെയാണ്. ഈ ഭൂമിയിൽ ജനങ്ങൾക്ക് ചിലപ്പോഴൊക്കെ സുഖം ദുഃഖത്തിന് കാരണമായി തീരാറുണ്ട്. ആ ദുഃഖത്തിന് അറുതി വരുത്തുവാൻ കുമാരൻ തന്നെ വിചാരിക്കണം. അതായത് എൻ്റെ ഭർത്താവായ നിൻ്റെ ഈ അച്ഛൻ്റെ ദുഃഖോപശാന്തിക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ നിന്നാൽ തന്നെയാണ് ചെയ്യപ്പെടേണ്ടത്. സത്യവാദിയായ സത്യസന്ധനായ ഈ രാജാവിന് തൻ്റെ വാക്ക് പാലിക്കണമെങ്കിൽ, തൻ്റെ സത്യത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കാൻ പുത്രന്മാരിൽ ജ്യേഷ്ഠനായ നീ തന്നെ വേണ്ടത് ചെയ്യണം. പണ്ട് നിൻ്റെ പിതാവ് എനിക്ക് 2 വരം നൽകാമെന്ന് പറഞ്ഞിരുന്നു. അവ രണ്ടും ഞാനിന്ന് ചോദിച്ചു വാങ്ങിക്കുകയും ചെയ്തു. നിന്നോട് പറയാനുള്ള സങ്കോചം കൊണ്ടാണ് ഈ വിവരം രാജാവ് പറയാൻ മടിക്കുന്നതും വിഷമിക്കുന്നതും. സത്യം എന്ന പാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് നിൻ്റെ പിതാവിന്. അതിൽ ആ പിതാവ് അതായത് സത്യം എന്ന പാശത്താൽ എന്ന് പറഞ്ഞാൽ സത്യസന്ധനായ രാജാവായതുകൊണ്ട് സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ് സത്യം എന്ന പാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് നിൻ്റെ പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കാൻ യോഗ്യനായവൻ നീ തന്നെയാണ് എന്നും പറയുകയാണ്. അതിൻ്റെ കൂടെ ചേർക്കുന്നത് പും എന്ന നഗരത്തിൽ, അതായത് പുത് എന്ന നരകത്തിൽ നിന്നും താതനെ ത്രാണം ചെയ്ത് ആ പുത്രൻ എന്ന നാമം നീ അന്വർത്ഥമാക്കണം എന്നും കൂടെ ചേർത്ത് പറയുകയാണ്. ഇത് ശതപത്ര സമുദ്ഭവ സംഭവൻ, അതായത് ബ്രഹ്മാവ് പറഞ്ഞതാണ് ഇങ്ങനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം പറയുകയാണ്. ഇനി കൈകേയിയായ ആ കൈകേയിയുടെ വാക്കുകൾ, ആ മാതാവിൻ്റെ വാക്കുകൾ ശ്രീരാമചന്ദ്രന് ശൂലം കുത്തിക്കയറുന്നത് പോലെ തോന്നി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത്രയ്ക്ക് വേദനാജനകമായിരുന്നു എന്നർത്ഥം. അപ്പോൾ തിരിച്ച് മാതാവിനോട് ശ്രീരാമൻ പറയുകയാണ്, മാതാവേ, ഇത്രയും ഒക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? താതന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. മാതാവിനെ തന്നെയും, അതായത് എൻ്റെ സ്വന്തം മാതാവായ കൗസല്യാദേവിയെ തന്നെയും സീതയെ തന്നെയും എന്തിനേറെ എൻ്റെ പ്രാണൻ തന്നെയും ഞാൻ ത്യജിക്കും. പിതാവ് പറഞ്ഞാൽ ഈ രാജ്യം പോലും ഒട്ടും വിഷമമില്ലാതെ, ഒട്ടും ഖേദമില്ലാതെ ഞാൻ ഉപേക്ഷിക്കും. ഇനി ലക്ഷ്മണനെ ഉപേക്ഷിക്കണോ, അതും ഞാൻ ചെയ്യും. അഗ്നിയിൽ ചാടി മരിക്കണോ, വിഷം കുടിച്ചു മരിക്കണോ, പിതാവിന് വേണ്ടി എന്തും ചെയ്യും, ഒരു സംശയവും വേണ്ട. അഥവാ ഇനി താതൻ ആവശ്യപ്പെട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് സന്തോഷത്തോടെ പ്രവർത്തിക്കുന്നതിന് എനിക്കൊരു മടിയുമില്ല. ഇനി അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന മകനാണ് ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പിതാവ് ആജ്ഞാപിച്ചതനുസരിച്ച് ആ പിതാവിനാൽ നിയുക്തനായിട്ട് പ്രവർത്തിക്കുന്നവൻ മധ്യമനായ പുത്രനാണ്. ഇനി പിതാവ് പറഞ്ഞിട്ടും അനുസരിക്കാതെ, അതായത് ഇത് തൻ്റെ കർത്തവ്യമല്ല എന്ന് കരുതി അടങ്ങിയിരിക്കുന്നവൻ അധമനാണ്, അവൻ മലത്തിന് സമാനമാണ് എന്ന് സജ്ജനങ്ങൾ പറഞ്ഞിരിക്കുന്നു. എനിക്കിതെല്ലാം അറിയാം. ആകയാൽ താതനിയോഗം അനുഷ്ഠിക്കാൻ എനിക്കൊരു വിഷമവുമില്ല. സത്യം കരോമ്യഹം, ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ചെയ്യുന്നു എന്ന് ശ്രീരാമകുമാരനും സത്യം ചെയ്തു കൊടുക്കുകയാണ്. ഇത് മറിച്ചാകയില്ല എന്ന് പറഞ്ഞാൽ ഇതിനൊരു വിഘ്നവും വരികയില്ല. ഈ രാമൻ്റെ പ്രതിജ്ഞയെ കേട്ട കൈകേയിക്ക് വളരെ സന്തോഷം തോന്നി. പെട്ടെന്ന് ഇപ്രകാരം പറയുകയാണ്, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വസ്തുക്കൾ കൊണ്ട് നീ ഭരതന് അഭിഷേകം നടത്തണം. രണ്ടാമത് ഒന്നുകൂടി ചെയ്യേണ്ടതുണ്ട്. 14 സംവത്സരങ്ങൾ നീ താപസവേഷം ധരിച്ച് വനത്തിൽ വസിക്കണം. ഇക്കാര്യങ്ങൾ നിന്നോട് ആവശ്യപ്പെടാൻ നിൻ്റെ
അതായത് നിന്റെ താതന്, അതായത് രാജാവിന് സങ്കോചമുണ്ട്, അതാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖകാരണവും. ശ്രീരാമൻ മറുപടി പറയുകയാണ്, അമ്മയെ ഒട്ടും വിഷമിക്കണ്ട, എനിക്കൊട്ടും വിഷമമില്ല ഇതിൽ. അമ്മ ആവശ്യപ്പെട്ടതുപോലെ ഭരതനെ അഭിഷേകം ചെയ്ത് യുവരാജാവാക്കാം. ഞാൻ വനത്തിലേക്ക് വൈകാതെ തന്നെ പോവുകയും ചെയ്യാം. ഇതെന്നോട് പറയാതെ എന്തിനാണ് പിതാവ് ദുഃഖിക്കുന്നത്? ഇത് പറയാൻ എന്തിനാണ് വിഷമിക്കുന്നത്? രാജ്യത്തെ ഉപേക്ഷിപ്പതിന് അതായത് രാജ്യത്തെ രക്ഷിക്കാൻ ഭരതൻ മതിയെങ്കിൽ രാജ്യത്തെ ഉപേക്ഷിക്കുന്നതിന് ഞാനും മതിയാകും. ഈ രാജ്യം ഭരിക്കുന്നത് വളരെ വിഷമകരമാണ്. പക്ഷേ ഈ വനത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ, വനത്തിൽ പോയി താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ നിസ്സാരമായ കാര്യമാണ് എന്ന് ശ്രീരാമകുമാരൻ പറയുകയാണ്. അതിന് ഇത് കഴിഞ്ഞ് ഉദാഹരണമായിട്ട് ഭഗീരഥ മഹാരാജാവിൻ്റെയും പൂരുവിൻ്റെയും കഥ പറയുന്നുണ്ട്. അതായത് ഭഗീരഥൻ എന്ന രാജാവ്, ഭഗീരഥ പ്രയത്നം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. വളരെ കഠിനമായി പ്രയത്നിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. വളരെ പ്രയാസം പിടിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിന്. ഈ സഗരൻ എന്ന രാജാവിന് സരസ്വതിയുടെ വരം മൂലം 60,000 പുത്രന്മാർ ജനിക്കുകയാണ്. അപ്പോൾ ഈ ശ്രീരാമൻ്റെ, അതായത് സൂര്യവംശത്തിൽ തന്നെ പിറന്ന രാജാവാണ് സഗരനും. ഈ സഗരൻ ഒരിക്കൽ അശ്വമേധയാഗം ചെയ്യാൻ നിശ്ചയിക്കുകയാണ്. അശ്വമേധയാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ രാജാക്കന്മാരൊക്കെ തൻ്റെ മേൽക്കോയ്മ കാണിക്കാൻ വേണ്ടി, ഡോമിനേഷൻ കാണിക്കാൻ വേണ്ടി, തൻ്റെ രാജ്യം വികസിപ്പിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന യാഗമാണ് അശ്വമേധയാഗം. ആ യാഗം എന്ന് പറഞ്ഞാൽ, യാഗം നടത്തുമ്പോൾ യാഗപശുവായിട്ട് ഈ കുതിരയെ അഴിച്ചുവിടും. ആ കുതിരയെ എല്ലാ രാജ്യത്തോടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ആരെങ്കിലും പിടിച്ചു കെട്ടിയാൽ, ഏതെങ്കിലും രാജാക്കന്മാർ പിടിച്ചു കെട്ടിയാൽ അവർക്ക് വിരോധമുണ്ട് എന്നർത്ഥം. അവർ ഈ രാജാവിനെ, അശ്വമേധം യാഗം നടത്തുന്ന രാജാവിനെ എതിർക്കുന്നു എന്നർത്ഥം. അപ്പോൾ അവരോട് യുദ്ധം ചെയ്ത് ജയിക്കുകയാണെങ്കിൽ ആ രാജ്യവും കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ തോൽക്കുന്ന ചരിത്രമില്ല. കാരണം അശ്വമേധയാഗം നടത്തുന്ന അത്രയ്ക്ക് വളരെ പരാക്രമമുള്ള രാജാക്കന്മാരാണ്. ഇവിടെ സഗരൻ അങ്ങനെ അശ്വത്തിനെ അഴിച്ചു വിട്ടിട്ട് അശ്വം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇന്ദ്രൻ ഈ ആകാശത്തെ മോഷ്ടിക്കാൻ തീരുമാനിക്കുക. കാരണം വേറെ ഒന്നുമല്ല, യാഗം അപൂർണമാകണം. അതുപോലെ തന്നെ ഈ സഗരനോടുള്ള വിരോധം കാരണമാണ്. ഇന്ദ്രനാരും വലിയ പൊസിഷനിലേക്ക് വരുന്നത് ഇഷ്ടപ്പെടുകയില്ലാത്ത ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അശ്വത്തെ മോഷ്ടിക്കുകയും അതിനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ധ്യാനത്തിലായിരുന്ന കപിലൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി, കപില മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുകയും ചെയ്തു. അതായത് ആശ്രമത്തിന് വെളിയിലൊരു മരത്തിലായിട്ട്. അപ്പോൾ ഈ അശ്വത്തിനെ കാണാതെ അന്വേഷിച്ചെത്തിയ സഗരൻ്റെ 60,000 മക്കളും അവർ കാണുന്നത് ഈ കപില മഹർഷിയുടെ ആശ്രമത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ഈ യാഗാശ്വത്തെയാണ്. ന്യായമായിട്ടും അവർ വിചാരിച്ചു കപില മഹർഷിയാണ് ഈ അശ്വത്തെ മോഷ്ടിച്ചതെന്ന്. അവർ കപില മഹർഷിയെ ധ്യാനത്തിൽ നിന്നുണർത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ്. അവിടെ നമുക്കറിയാം കപില മഹർഷി നിരപരാധിയാണെന്ന്. പക്ഷേ അദ്ദേഹം നിരപരാധിയാണെന്ന് ഈ സഗരൻ്റെ പുത്രന്മാർക്ക് അറിയില്ലല്ലോ. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇവരെ ശപിച്ച് ഈ 60,000 മക്കളെയും ഭസ്മമാക്കി കളഞ്ഞു, പാതാളത്തിലേക്ക് ഇട്ടു എന്നാണ് പറയുന്നത്. ഇവരെ ശപിച്ചിങ്ങനെ ഭസ്മമാക്കി കളഞ്ഞ് അവരെല്ലാം മോക്ഷം കിട്ടാത്ത ആത്മാക്കളായിട്ട് ഈ പാതാളത്തിൽ അലഞ്ഞു തിരിയുകയാണ്. അപ്പോൾ ഈ പിന്മുറക്കാരായ രാജാക്കന്മാർ, ഈ സഗരൻ്റെ മക്കളുടെ മക്കളായ അംശുമാൻ, ദിലീപൊക്കെ ആ വംശത്തിൽപ്പെട്ടതാണ്. അവരൊക്കെ ഒരുപാട് ശ്രമിച്ചു ഈ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കാനായിട്ട്. പിതൃക്കളെ തൃപ്തിപ്പെടുത്തി അവർക്ക് മോക്ഷം കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. അവസാനം ആ സൂര്യവംശത്തിൽ തന്നെ അംശുമാൻ്റെ മകനായ ദിലീപിൻ്റെ മകനാണ് നമ്മുടെ ഈ പറയുന്ന ഭഗീരഥൻ എന്തായാലും വളരെ പ്രയത്നിച്ച് അന്ന് മുതൽ പ്രയത്നം തുടങ്ങി ഈ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കാനായിട്ട്. അങ്ങനെ രാജ്യഭാരമെല്ലാം മന്ത്രിമാരെ ഏൽപ്പിച്ച് അദ്ദേഹം ആദ്യം തന്നെ ഈ കപിലൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. കപില മഹർഷിയെ വളരെ വിനീതനായി വന്ദിച്ച് ക്ഷമ ചോദിക്കുകയാണ്. തൻ്റെ പിതൃക്കൾ ചെയ്ത ആ കുറ്റം പൊറുക്കണമെന്നും അവരുടെ മുക്തിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ തന്നെ സഹായിക്കണമെന്നും പറഞ്ഞ് ക്ഷമ ചോദിക്കുകയാണ്. അപ്പം കപില മഹർഷി ഈ ഭഗീരഥൻ്റെ ഈ പ്രവൃത്തിയിൽ വളരെ പ്രസന്നനാവുകയും അതിനുള്ള ആ മുക്തിക്കുള്ള ഉപായം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ്. അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ആകാശഗംഗാജലം തളിക്കണം. ഈ ഗംഗയാണെങ്കിൽ, ആകാശഗംഗ ബ്രഹ്മാവിൻ്റെ കമണ്ഡലുവിലാണ് ഇരിക്കുന്നത്. നമുക്കറിയാം ബ്രഹ്മാവ് ഇരിക്കുന്നത് സത്യലോകത്താണ്, ബ്രഹ്മലോകം ഏറ്റവും മുകളിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ കപില മഹർഷി അതിനും ഉപായം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഭഗീരഥൻ അന്ന് മുതൽ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങി. ആ തപസ് വളരെ കാലം നീണ്ടു എന്നാണ് പറയപ്പെടുന്നത്.
ആ തപസ് നീണ്ടുപോയി. അവസാനം എന്തായാലും ബ്രഹ്മദേവൻ പ്രസന്നനായി ഗംഗയെ ഭൂമിയിലേക്ക് അയക്കാമെന്ന് സമ്മതിക്കുകയാണ് ഭഗീരഥനോട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ ആകാശത്ത് നിന്ന് ഗംഗ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം വളരെ ഭയങ്കരമായിരിക്കും, ഭൂമിയെ ഒലിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഗംഗയെ താങ്ങാൻ കരുത്തുള്ള 2 കൈകൾ വേണ്ടേ? ഒടുവിൽ ശ്രീപരമേശ്വരനെ സഹായത്തിന് ശ്രീപരമേശ്വരൻ്റെ അടുത്ത് ചെന്ന് സഹായത്തിന് അപേക്ഷിക്കുകയാണ് ഭഗീരഥൻ. ശിവൻ സമ്മതിക്കുകയാണ്. ആ ശ്രീപരമേശ്വരനല്ലാതെ മറ്റാർക്കും അത് കഴിയില്ല. അദ്ദേഹം തൻ്റെ ജടയിലേക്ക് ഗംഗയെ ആവാഹിച്ച് സ്വീകരിക്കുകയാണ്. ഗംഗാദേവി അങ്ങനെ ഗംഗാദേവിയെ ജടയിലേക്ക് സ്വീകരിച്ചിട്ട് അവിടെ നിന്ന് വളരെ ആ ഫോഴ്സ് കുറച്ച് താഴോട്ട് ചെറിയ അരുവികളാക്കി ഒഴുക്കി വിടുകയാണ്. അങ്ങനെ ഒഴുകുന്ന വഴിക്കും ഉണ്ടായി ഒരു സംഭവം. അതായത് ജാനു മഹർഷിയുടെ ആശ്രമത്തിൽ കൂടിയാണ് ഈ ഗംഗാനദി ഒഴുകിക്കൊണ്ടിരുന്നത്. ആ ഒഴുക്കിൽ ആ മഹർഷിയുടെ ആശ്രമം ഒലിച്ചുപോയി. ദേഷ്യം വന്ന ആ മഹർഷി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഗംഗയുടെ ഒഴുക്ക് തടഞ്ഞ് അതിനെ അങ്ങ് കുടിച്ചു വെറ്റിച്ചു. അപ്പോൾ ഇപ്പോൾ ഗംഗാജലം എവിടെയാണ്? മഹർഷിയുടെ വയറിലാണ്. അപ്പോൾ ഭഗീരഥൻ ഇത്രയും പാടുപെട്ട് ഇത്രയും തപസ് ചെയ്ത് കൊണ്ടുവന്ന ഈ നദീജലം ഇപ്പോൾ ജാനു മഹർഷിയുടെ വയറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഉടനെ ജാനു മഹർഷിയെ കണ്ട് അതുപോലെ വളരെ ദയനീയമായിട്ട് പറഞ്ഞ്, വിനീതനായിട്ട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെ വീണ്ടും ഗംഗയെ അദ്ദേഹത്തിൻ്റെ വയറിൽ നിന്ന് താഴോട്ടൊഴുക്കുകയാണ്. അങ്ങനെ ഗംഗാനദിക്ക് അങ്ങനെയാണ് ജാഹ്നവി എന്ന പേര് വരുന്നത്. ജാനു മഹർഷിയുടെ മകളായി കരുതുന്നു. അങ്ങനെ ജാനു മഹർഷിയുടെ മകൾ എന്നുള്ള അർത്ഥത്തിലാണ് ജാഹ്നവി എന്ന് ഈ ഗംഗാനദിക്ക് പേര് വന്നത്. അങ്ങനെ അവിടുന്ന് ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയ ഗംഗാജലം തെളിച്ച് ഭഗീരഥൻ തൻ്റെ പൂർവികന്മാരുടെ പിതൃകർമ്മങ്ങൾ നടത്തുകയും ആ പിതൃകർമ്മം നടത്തി അവർക്ക് മോക്ഷത്തെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ പ്രയാസപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. ഇവിടെ ശ്രീരാമനും അത് തന്നെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഭഗീരഥൻ തൻ്റെ പിതാവിന് വേണ്ടി അത്രയും പ്രയാസപ്പെട്ടു. അതുപോലെ തന്നെയാണ് പുരുവിൻ്റെ കഥയും. അതായത് യയാതിക്ക് ശുക്രാചാര്യർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യർ. ആ ശുക്രാചാര്യരുടെ ശാപം നിമിത്തം യയാതിക്ക് അകാല വാർദ്ധക്യം പിടിപെടുകയാണ്. യൗവനത്തിൽ തന്നെ വാർദ്ധക്യം വന്നു. ഇതുപോലെ തന്നെ ഒരു കഥയാണ്. അത് വേറെ അതുകൂടെ പറഞ്ഞാൽ ഒത്തിരി നീണ്ടുപോകും വീഡിയോ. അതുകൊണ്ട് നമുക്കത് ചുരുക്കി പറയാം. അപ്പോൾ ആ ശുക്രാചാര്യരുടെ ശാപം നിമിത്തം ഇങ്ങനെ അകാല വാർദ്ധക്യം പിടിപെട്ട ഈ യയാതിക്ക് പെട്ടെന്ന് യൗവനത്തിൽ തന്നെ വാർദ്ധക്യം വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനായി. തനിക്ക് ഈ ഇഹലോക സുഖങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ദുഃഖിതനായ തൻ്റെ പിതാവിനോട് കരുണ തോന്നിയാണ് പുരു ആ യൗവനം വാർദ്ധക്യം തന്നിലേക്ക് വാങ്ങിയിട്ട് തൻ്റെ യൗവനം തൻ്റെ പിതാവിന് കൊടുക്കുകയാണ് പുരു ചെയ്യുന്നത്. പക്ഷെ അവിടെ ശാപമോക്ഷമായിട്ട് ശുക്രാചാര്യർ പറയുന്നതാണിത്. അതായത് ഈ ജരാനരകൾ ഏറ്റെടുക്കാൻ നിൻ്റെ പുത്രന്മാരിൽ ആരെങ്കിലും തയ്യാറായാൽ നിനക്ക് വീണ്ടും യൗവനം ലഭിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ മറ്റു പുത്രന്മാരോടൊക്കെ ചോദിച്ചെങ്കിലും അവരാരും തയ്യാറായില്ല. ആരെങ്കിലും സമ്മതിക്കുമോ? പക്ഷേ പുരു ഇങ്ങനെ തൻ്റെ യൗവനം പിതാവിന് നൽകാൻ സമ്മതിക്കുകയും തൻ്റെ യൗവനം പിതാവിന് കൊടുത്ത് പിതാവിൻ്റെ വാർദ്ധക്യം വളരെ യുവത്വത്തിലെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. അത്രയ്ക്കും വളരെ അതായത് കർത്തവ്യനിഷ്ഠനായിരുന്നു, പിതൃസ്നേഹിയായിരുന്നു എന്നാണ് പറയുന്നത് പുരു. അങ്ങനെ ഇവരുടെ 2 പേരുടെയും കഥ ഉദ്ധരിച്ചിട്ടാണ് ശ്രീരാമൻ പറയുന്നത്. അങ്ങനെ പിതാവിന് വേണ്ടി ഭഗീരഥൻ ഇങ്ങനെയെല്ലാം ചെയ്തു. പുരു തൻ്റെ യൗവനം ദാനം നൽകി പിതാവിന്. അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ? ഇതൊരു നിസ്സാര കാര്യമല്ലേ? എനിക്ക് 14 വർഷം വനവാസം എന്ന് പറഞ്ഞാൽ അത് വളരെ നിസ്സാരമാണ്. ആകാശഗംഗയെ ഭൂമിയിലെത്തിച്ച് തൻ്റെ പൂർവികന്മാർക്ക് മോക്ഷം കൊടുക്കാൻ ഭഗീരഥന് കഴിയുമെങ്കിൽ, തൻ്റെ പിതാവിന് യൗവനം കൈമാറി വാർദ്ധക്യം സ്വീകരിക്കാൻ പുരുവിന് കഴിയുമെങ്കിൽ എനിക്കും ഇതെല്ലാം വെറും നിസ്സാരമായ കാര്യങ്ങളാണ്. പിതാവിനെ തൃപ്തിപ്പെടുത്തുന്നവർ, പിതൃഹിതം നിറവേറ്റുന്നവർ പിന്നീട് ദിവ്യന്മാരായി തീരുമെന്നാണ് പറഞ്ഞത്. പിതാവേ, അങ്ങ് എന്തിനാണ് ഈ നിസ്സാര കാര്യം ഓർത്ത് വിഷമിക്കുന്നത്? ഒട്ടും തന്നെ ഖേദം വേണ്ട. ഇത്രയും പറഞ്ഞ ശ്രീരാമനോട് ദശരഥൻ പറയുകയാണ്, നീ എന്തിനാ മകനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? സ്ത്രീജിതനായ, അതായത് സ്ത്രീകളിൽ അമിതമായ ആസക്തിയുള്ളവരെയാണ് അങ്ങനെ പറയുന്നത്. അധമനായ ഒരു രാജാവായി തീർന്നു ഞാൻ. എന്നെ ഒരു കയറെടുത്ത് കെട്ടിയിട്ടിട്ട് കുമാര നീ രാജ്യഭാരം ഏറ്റെടുത്തു. അങ്ങനെയാവുമ്പോൾ എനിക്ക് സത്യലംഘനം നടത്തിയെന്ന പേരുദോഷമൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് നിനക്കൊരു ദോഷവും വരില്ല. അതുകൊണ്ട് കുമാരനെ രാജാവാക്കി കുമാരൻ രാജാവായി എന്ന് എനിക്കും വിചാരിക്കാമല്ലോ.
അല്ലെങ്കിൽ ഞാൻ സത്യലംഘനം ചെയ്തു എന്നാവും. അതുകൊണ്ട് നീ തന്നെത്താനെ ഇങ്ങനെ എന്നെ കെട്ടിയിട്ടിട്ട് രാജാവായിക്കോ എന്ന് പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം രാമനെ ചേർത്ത് പിടിച്ച്, രാമ, ഞാൻ നിന്നെ പിരിഞ്ഞ് എങ്ങനെ കഴിയും? എൻ്റെ പ്രാണനല്ലേ നീ, ഞാൻ ഘോരവനത്തിൽ നീ എങ്ങനെ പോയി കഴിയും? ഇങ്ങനെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കണ്ണീര് തുടയ്ക്കും. പിന്നെയും രാമനെ കെട്ടിപ്പിടിക്കും. ഇങ്ങനെ പറഞ്ഞ് കരയും. ഇങ്ങനെ ഇത് കണ്ട് കൂടി നിന്നവർക്കും കൂടെ സങ്കടം വരാൻ തുടങ്ങി, ഈ ദശരഥൻ്റെ ഈ സങ്കടം കണ്ടിട്ട്. അപ്പോൾ രാമൻ കുറച്ച് തണുത്ത ജലം കൊണ്ടുവന്ന് രാജാവിൻ്റെ മുഖം തുടച്ചു കൊടുത്ത ശേഷം ആശ്വസിപ്പിക്കാൻ തുടങ്ങിയെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തിനാണ് പിതാവെ വെറുതെ ദുഃഖിക്കുന്നത്? ഇതെന്തൊരു ശിക്ഷയാണ്! അവിടുന്ന് പറഞ്ഞതുപോലെ സത്യലംഘനം ചെയ്യുന്നത് ഒരിക്കലും സജ്ജനങ്ങൾക്ക് ചേർന്ന പ്രവൃത്തിയേ അല്ല. രാജ്യഭാരം വഹിക്കുന്നതിനേക്കാൾ എളുപ്പം കാനനവാസം തന്നെയാണ്. അതങ്ങ് മനസ്സിലാക്കണം പിതാവേ. ഭരതൻ രാജ്യം ഭരിക്കട്ടെ. ഇങ്ങനെ കഷ്ടപ്പാടൊന്നുമില്ലാത്ത ഒരു കർമ്മം നിർവഹിക്കാൻ കൈകേയി അമ്മ എന്നോട് പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. മാതാവായ കൗസല്യാദേവിയോടും മൈഥിലിയോടും പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ തന്നെ വരികയാണ്. ഈ ക്ഷണം ഞാൻ കാട്ടിലേക്ക് പുറപ്പെടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് രാമൻ കൗസല്യ പാർക്കുന്ന അന്തഃപുരത്തിലേക്ക് പോവുകയാണ്. അവസാനം നാം കാണുമ്പോൾ കൗസല്യാദേവി മഹാലക്ഷ്മിക്ക് പൂജ ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ കൊണ്ട് പുത്രൻ്റെ നന്മയ്ക്കായി ഹോമങ്ങളും പൂജകളും ചെയ്യിച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഏകാഗ്രചിത്തയായിട്ടിരുന്ന് ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നതായിട്ട് ഉള്ള സമയത്ത് ശ്രീരാമൻ അവിടെ എത്തുന്നതൊന്നും അറിയുന്നില്ല. പെട്ടെന്ന് സുമിത്ര കൗസല്യയോട് ചോദിക്കുകയാണ്, ജ്യേഷ്ഠതി, രാമകുമാരൻ വന്നത് കണ്ടില്ലേ? എന്താ നോക്ക് എന്ന് പറഞ്ഞ് ആ ശ്രദ്ധ തിരിച്ചു വിടുകയാണ്. കൗസല്യയും തന്നെ വന്നിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീരാമകുമാരനെ ഇപ്പോൾ കാണുകയും മുറുകെ പുണരുകയും തൻ്റെ മടിയിലിരുത്തി ഇങ്ങനെ കൊഞ്ചിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ചോദിക്കും, എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് ഭാരം വിശക്കയോ എന്നാണ് ചോദിക്കുന്നത്. നിൻ്റെ മുഖം വാടിയിരിക്കുന്നല്ലോ കുഞ്ഞെ, എന്താണ്, നിനക്ക് വിശപ്പുണ്ടോ, വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം, ഞാൻ നിനക്ക് വിളമ്പിത്തരാം, വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വേഗം രാജാവ് പറയുക, ഈ രാമകുമാരൻ പറയുകയാണ്, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിന് പോകണം. ക്ഷിപ്രം, പെട്ടെന്ന്, എനിക്കിപ്പം ഭക്ഷണം കഴിക്കാനൊന്നും നേരമില്ല എൻ്റെ അമ്മേ, എനിക്ക് അരണ്യവാസത്തിന്, അതായത് കാട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഈ കൗസല്യ അന്തം വിട്ടുപോകും. അത് കഴിഞ്ഞ് അതിൻ്റെ കാരണം പറയുകയാണ് രാമകുമാരൻ. മുൻപ് കൈകേയി അമ്മയ്ക്ക് അച്ഛൻ 2 വരങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഭരതനെ രാജാവായി വാഴിക്കുമെന്നും മറ്റൊന്ന് ഞാൻ 14 വർഷം വനത്തിൽ പോയി താമസിക്കണമെന്നുമാണ്. അവിടെ പോയിട്ട് ഞാൻ പെട്ടെന്ന് എത്തിക്കൊള്ളാം എന്ന് പറയുകയാണ്. വൈകാതെ തന്നെ, അമ്മ ഒട്ടും വിഷമിക്കരുത്, സന്തുഷ്ടയായിരിക്കണം. ഈ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് കേട്ട കൗസല്യ ബോധരഹിതയായി നിലത്ത് വീണു എന്നാണ്. പിന്നീട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിരുന്ന് ആ ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞ് തൻ്റെ മകനോട് പറയുകയാണ്. ദുഃഖാർണവം എന്ന് പറഞ്ഞാൽ ദുഃഖമാകുന്ന സമുദ്രത്തിൽ മുങ്ങി. അത്രയ്ക്ക് ഏതമ്മമാർക്കാണെങ്കിലും കേട്ടാൽ ദുഃഖം തോന്നില്ലേ? 14 വർഷം അതും തൻ്റെ പൊന്നോമന മകൻ തന്നെ പിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ വേഗം കൗസല്യ ഇങ്ങനെ പറഞ്ഞു, മകനെ, നീ ഇന്ന് വനത്തിന് പോവുകയാണെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകണം. നിന്നെ പിരിഞ്ഞ് നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നെ കൂടാതെ നീ ദണ്ഡകാരണ്യത്തിന് നീ പോയാൽ ഞാൻ ആ നിമിഷം ദണ്ഡധരാലയത്തിന് പോയിടും എന്നാണ് എഴുതിയിരിക്കുന്നത്. ദണ്ഡധരാലയം എന്ന് പറഞ്ഞാൽ യമപുരിയാണ്. അതായത് കൗസല്യ തൻ്റെ ജീവൻ വെടിയും എന്നാണ് പറഞ്ഞത്. സ്വന്തം കിടാവിനെ പിരിഞ്ഞ പശുവിൻ്റെ ആധി പറഞ്ഞറിയിക്കാൻ സാധിക്കുമോ എന്ന് ഈ എഴുത്തച്ഛൻ എഴുതിയിരിക്കുക. അതായത് കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കുന്ന ആധി, ആ ദുഃഖം വളരെ വലുതാണ്, അത് സഹിക്കാൻ പറ്റില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭരതൻ നാട് ഭരിച്ചോളട്ടെ, പക്ഷേ മോൻ കാട്ടിൽ പോകണമെന്നുണ്ടോ? അതെന്ത് രാജനീതിയാണ് കുമാര? കൈകേയിയോടും അച്ഛൻ മഹാരാജാവിനോടും നീ എന്ത് അപരാധമാണ് ചെയ്തത് ഇങ്ങനെ നിന്നെ ശിക്ഷിക്കാൻ മാത്രം? മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ പറയുന്നത്? താതൻ നിന്നെ വനത്തിലേക്ക് പോകണമെന്ന് ആജ്ഞാപിച്ചാൽ പോകരുതെന്ന് ആജ്ഞാപിക്കാൻ എനിക്കും അർഹതയുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോട് പോകരുതെന്ന് ആജ്ഞാപിക്കുകയാണ്. ഇത് കുമാരൻ്റെ അമ്മയായ എൻ്റെ ആജ്ഞയാണ്, അനുസരിച്ചേ മതിയാവൂ എന്ന് പറയുന്നു. ഇങ്ങനെ എൻ്റെ വാക്കുകളെ ധിക്കരിച്ച് നീ വനത്തിന് പോയാൽ നിന്നാണ് സത്യം, ഞാൻ എൻ്റെ പ്രാണനെ ത്യജിക്കും എന്ന്. അതുപോലെ തന്നെ തൽഫലമായിട്ട് മാനവവംശം തന്നെ മുടിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അറിഞ്ഞോളൂ എന്ന് പറഞ്ഞ് കൗസല്യാദേവി വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ കൗസല്യാദേവിയുടെ വാക്കുകൾ വളരെ സങ്കടത്തോടെയാണ് രാമൻ കേട്ടുകൊണ്ടിരുന്നത്. മക്കളുടെ കാര്യം വരുമ്പോൾ അമ്മമാർക്ക് കുറച്ചും കൂടെ ആ ഒരു പുത്രവാത്സല്യം കൊണ്ട് അമ്മമാരെ അന്ധരായി പോകും അല്ലേ? കൗസല്യാദേവിയുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മണൻ ഇതിങ്ങനെ കേട്ട്, അതുവരെ ലക്ഷ്മണൻ അറിയില്ലായിരുന്നു കാര്യങ്ങളൊന്നും, ഇപ്പോഴാണ് ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ലക്ഷ്മണൻ ശോകരോഷങ്ങൾ നിറഞ്ഞ
നേത്രാഗ്നിന എന്നാണ് എഴുതിയിരിക്കുന്നത്. നേത്രങ്ങളാകുന്ന അഗ്നി സ്ഫുലിംഗങ്ങൾ തെറിച്ചു എന്നാണ് കണ്ണുകളിൽ നിന്ന്. ശോകവും ക്രോധവും കൊണ്ട് അഗ്നി സമം ജ്വലിക്കുന്ന കണ്ണുകളോടെ രാഘവനെ നോക്കി ഇങ്ങനെ പറയുകയാണ്. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു എന്നർത്ഥം. അമ്മ വിഷമിക്കേണ്ട, ആ അച്ഛനെ ചീത്ത വിളിക്കുകയാണ്. എന്നിട്ട് ആ സ്ത്രീജിതനായ, വൃദ്ധനായ, ലജ്ജയില്ലാത്തവനായ, ഭ്രാന്ത് പിടിച്ച, ഷഠനായ ആ താതനെയും, മറ്റുള്ളവർ എന്ന് ഉദ്ദേശിച്ചത് ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന ശത്രുക്കളെ ആയിട്ടാണ് അവരെ കാണുന്നത്, ശത്രുക്കളായിട്ട്. ആ മറ്റുള്ളവരെയും ബന്ധിച്ചിട്ട് അഭിഷേകം ഒരു വിഘ്നവും കൂടാതെ നടത്താൻ എനിക്കിന്ന് സാമർഥ്യമുണ്ട്. അമ്മ സന്തോഷത്തോടെ ഇരിക്കൂ. ഈ അഭിഷേകം നടത്താൻ പറ്റിയ സമയത്ത് തന്നെ ഞാനത് ചെയ്തുകൊള്ളാം. ആ തെറ്റ് ചെയ്താൽ അത് ആചാര്യനായാൽ പോലും ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്രുദ്ധനായി നിന്ന ആ ലക്ഷ്മണനെ നോക്കി ശ്രീരാമൻ പറയുകയാണ്. ഇത്രയും കൂടെ ലക്ഷ്മണൻ പറയുന്നുണ്ട്, ഇങ്ങനെ 3 ലോകവും ദഹിച്ചു പോകും വിധം ക്രോധാഗ്നിയോടെയാണ് പറയുന്നത്. അത്യന്തം കോപത്തോടെ ആ കോപാഗ്നിയിൽ 3 ലോകവും ദഹിച്ചു പോകും വിധം നിൽക്കുന്ന സൗമിത്രിയോട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ശാന്തനായി ചിരിച്ചുകൊണ്ട് ആ ശ്രീരാമൻ ആ ലക്ഷ്മണൻ്റെ അടുത്ത് ചെന്ന് ആലിംഗനം ചെയ്തിട്ട് വളരെ സൗമ്യമായി, മധുരമായി ഇങ്ങനെ പറയുകയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ലക്ഷ്മണോപദേശം എന്ന ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ലക്ഷ്മണോപദേശം ലോകനീതി ആണ്, അത് തത്വങ്ങളാണ്. അതെല്ലാം ലോകതത്വങ്ങൾ. അത് ഈ രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലക്ഷ്മണോപദേശം. ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്. അത് നമുക്ക് നാളെ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്മ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം വീണ്ടും ആശംസിക്കുന്നു.